ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2026 നടക്കുന്ന വ്യാഴമാറ്റത്തെ പറ്റിയാണ്. വ്യാഴമാറ്റം നടക്കുന്നതിന് കുറച്ച് മാസങ്ങൾ മുന്നോട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് പ്രധാന കാരണമെന്ന് ചോദിച്ചാൽ, പലരും മെസ്സേജ് അയച്ചും നേരിട്ട് വിളിച്ചുമൊക്കെ ചോദിച്ച ഒരു കാര്യമാണ് 2026 വ്യാഴമാറ്റം ഞങ്ങൾക്ക് എങ്ങനെയാണ് ഗുണപ്രദമാകുമോ ദോഷഫലമാകുമോ എന്നൊക്കെ. കാരണം പല വ്യക്തികളെയും സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. പല രാശിക്കാരും വ്യാഴം പ്രതികൂലാവസ്ഥയിലൊക്കെ ഇപ്പോൾ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും ഒക്കെ അങ്ങനെയാണ്. അതുപോലെ ശനിയുടെ ചില സ്വാധീനങ്ങളും പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നൽകുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള സമയം 2026 ഒരു വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി ഇവിടെ പറയുന്ന ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു മാറ്റം, ജീവിതത്തിലൊരു മാറ്റം, ഒരു നന്മകൾ, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അടുത്ത വർഷത്തെ വ്യാഴമാറ്റത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ പറയുന്ന പല രാശിക്കാർക്കും ശനി ദോഷം ശക്തമായി നടക്കുന്ന ഒരു വർഷം കൂടിയാണ് 2026. പലർക്കും 7ര ശനി, അതുപോലെ തന്നെ കണ്ടകശനി, ഇങ്ങനെയുള്ള ശനി ദോഷങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ ആ രാശിക്കാരെയൊക്കെ സംബന്ധിച്ച് വ്യാഴം അനുകൂലാവസ്ഥയിൽ വരുമ്പോൾ ആ ശനി ദോഷങ്ങളിൽ നിന്ന് ആ ഒരു വർഷക്കാലം നല്ലൊരു മാറ്റം, മോചനം ലഭിക്കുകയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു വർഷക്കാലത്തെ നല്ല രീതിയിൽ കടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. മറിച്ച് ശനി ദോഷം രാശിക്ക് നിലനിൽക്കുമ്പോൾ വ്യാഴം കൂടെ പ്രതികൂലാവസ്ഥയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും ആ ഒരു വർഷക്കാലം വളരെ ദുഷ്കരമായി നമുക്ക് മാറുന്നത്. ഇനി മുന്നോട്ട് 2026 മുതൽ ഈ വ്യാഴം മാറുന്നതോടുകൂടി വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് വ്യാഴം ഉച്ചസ്ഥനായിട്ടാണ് രാശി മാറുന്നത്. കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ അത് ഈ 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ വളരെ ഉത്തമമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് വ്യാഴം 2026 ആ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഗുണപ്രദമാകുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയുവാൻ സാധിക്കും. അവരവരുടെ ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട്, അടുത്ത വർഷത്തെ വ്യാഴമാറ്റം കൊണ്ട് ഉത്തമമായ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായി മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്കാണ് 2026 വ്യാഴമാറ്റം വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നത്. വ്യാഴം മേടം രാശിക്കാർക്ക് 4ാം ഭാവമായ സുഖസ്ഥാനത്തേക്ക് വരുന്ന സമയമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു വർഷക്കാലമായിരിക്കും 2026. ഇപ്പോൾ 7ര ശനി നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ മേടം രാശിയിൽപ്പെട്ട പലരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് എന്തൊരു ഫലമാണ് 2026 ആ ഒരു കാലഘട്ടത്തിൽ ജൂൺ മാസത്തിലാണ് ആ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം നടക്കുന്നത്. ആ ഒരു സമയം മുതൽ എങ്ങനെയുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. വ്യാഴമെന്ന് പറയുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യാധിപതിയും അതുപോലെ തന്നെ 12ാം ഭാവമായ വ്യയസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മേടം രാശിക്കാർക്ക് ആദ്യം ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങളാണ്. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. വ്യാഴം 4ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് ആ ഒരു സുഖസ്ഥാനത്തൊക്കെ സഞ്ചരിക്കുന്ന കാലഘട്ടം മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറി മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരിക്കും ആ ഒരു കാലഘട്ടം മുതൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായ മാറ്റം, മോചനം ലഭിച്ച് ശാരീരികമായിട്ട് നല്ല ആരോഗ്യം, പുത്തനുണർവ്, ഉന്മേഷമൊക്കെ വന്നു ചേർന്ന് ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനപരമായ നേട്ടം, ഒരു സൗഭാഗ്യം വന്നു ചേരും എന്നുള്ളതാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് 4ാം ഭാവമായ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം സാമ്പത്തിക ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. പലർക്കും സ്വന്തമായി ഭൂമിക്കുള്ള യോഗം, ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. 4ാം ഭാവം ഗൃഹത്തെ കുറിക്കുന്ന ഭാവമായതുകൊണ്ട്
ഈ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് കാലങ്ങളായി സ്വന്തമായൊരു വീട് എന്നുള്ളൊരു ഭവനമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടും. ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹം നിർമ്മിക്കുവാൻ, ഗൃഹപ്രവേശം നടത്തുവാൻ വരെ യോഗമുള്ള സമയമാണ്. മുടങ്ങിക്കിടന്നിരിക്കുന്ന ആ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനുള്ള സാധ്യത, ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. മാതാവ്, മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങളൊക്കെ വന്നു ചേരും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വിഷമതകൾ വിട്ടുമാറി മാതാവിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 2026 നിങ്ങൾക്ക് ജൂൺ മാസം മുതൽ അനുഭവത്തിൽ വരുന്നത്. അതുപോലെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളെന്ന് പറയുന്നത് പലർക്കും പലതരത്തിലായിരിക്കും ഭാഗ്യം വരിക. ചിലർക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്നതോടുകൂടി, ചിലർക്ക് കടബാധ്യതകളൊക്കെ ഒന്ന് വിട്ടുമാറി നല്ല രീതിയിൽ ജീവിത വിജയം, മുന്നേറ്റം ലഭിക്കുക. മറ്റു ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുക. ഇങ്ങനെ പലതരത്തിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത ഉയർച്ച, സൗഭാഗ്യങ്ങൾ ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. പൊതുവെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയമാണ്. കാരണം മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സുഖസ്ഥാനത്തിൻ്റെ അധിപതി എന്ന് പറയുന്ന ഗ്രഹം തന്നെ ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ രാശിയാണ് കർക്കിടകം. ആ രാശിയിലാണ് ഭാഗ്യാധിപതിയായിട്ടുള്ള ഗ്രഹം ഉച്ചസ്ഥനായിട്ട് വരുന്നത്. അതുകൊണ്ട് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ, നല്ല യാത്രകൾ അനുഭവത്തിൽ വരിക. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങളോ ക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം അനുഭവത്തിൽ വരും. വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായി ഒരുപാട് സൗഭാഗ്യങ്ങൾ, നല്ല കാര്യങ്ങൾ, നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങൾ മേടം രാശിക്കാർക്ക് ലഭിക്കും. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ആ ഭാഗ്യം വന്നു ചേരുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 7.5 ശനി നടക്കുന്നത് മൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് മേടം രാശിയിലുള്ള വ്യക്തികൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമായിരിക്കും 2026 ജൂൺ മുതൽ ആരംഭിക്കുന്ന ആ ഒരു സമയം. ആ വ്യാഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിച്ച് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരികയും ചെയ്യും. മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നടക്കുന്ന ദശാകാലം 2026 ആ ദശാകാലഘട്ടത്തെ പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ അവരവരുടെ ജാതകം കൂടെ നോക്കി മുന്നോട്ട് പോയാൽ മതിയാകും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം 2ാം ഭാവമായ ധനസ്ഥാനത്തേക്ക്, കുടുംബസ്ഥാനത്തേക്ക്, വാക്കുസ്ഥാനത്തേക്ക് വരുന്ന സമയമാണ് 2026 ജൂൺ മുതലുള്ള ഒരു കാലഘട്ടം. ആ വ്യാഴമാറ്റം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നായിരിക്കും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. മിഥുനരാശിയിൽപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ പോലും ആ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. കടബാധ്യതകൾ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ മുൻപിൽ ആ സാമ്പത്തികം, ധനം വരുവാനായിട്ടുള്ളൊരു മാർഗം, ഒരു വഴി തെളിഞ്ഞു കിട്ടും. തീരെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളിൽ നിന്ന്, പല ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം, ധനം വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സാമ്പത്തിക ബാധ്യതകളെ മറികടക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വർഷക്കാലമായിരിക്കും. ഒരുപാട് ഒരു ഉയർച്ച, സാമ്പത്തികപരമായ ഉയർച്ച, ഒരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. അതുപോലെ നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ നല്ല വിലയും മതിപ്പും ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വരും. നിങ്ങൾ ഇതിനു മുൻപ് സഹായിച്ച പല വ്യക്തികളിൽ നിന്നും ഈ കാലഘട്ടങ്ങളിൽ ആ സഹായം തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. ഒരിക്കലും കൊടുത്തിട്ട് ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന ധനം പോലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം. അതുപോലെ തന്നെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ, ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായിട്ടൊരു മാറ്റമുണ്ടായി നല്ലൊരു ദാമ്പത്യ കുടുംബജീവിതം ആ വ്യാഴമാറ്റത്തോടു കൂടി അനുഭവത്തിൽ വരും. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ആ കാലഘട്ടത്തിൽ വിട്ടുമാറി ആ സ്വന്തം ബന്ധങ്ങളിൽ ഒരു ദൃഢത വരും. പരസ്പരം മനസ്സിലാക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും. കുടുംബത്തിൽ പലതരത്തിലുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും മിഥുനരാശിക്കാരെ സംബന്ധിച്ച് 2026. പലർക്കും നല്ല വിവാഹം, അതുപോലെ സന്താന ഭാഗ്യം, ഗൃഹപ്രവേശം, അങ്ങനെ പല മംഗളകരമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്ന ഒരു ഉത്തമമായ സമയത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന കർമാധിപനായ ഗ്രഹമാണ്.
അതുകൊണ്ട് കർമ്മം സംബന്ധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയം. ഏറെക്കാലമായിട്ട് ഉള്ള മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറും. ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജോലിയിൽ വളരെ നല്ല മാറ്റങ്ങൾ, ഉയർച്ചകൾ ലഭിക്കുക, വിദേശ ജോലി ഭാഗ്യം ലഭിക്കുക, കാലങ്ങളായിട്ട് ലഭിക്കാതിരുന്ന പല നന്മകളും ആ കാലഘട്ടത്തിൽ കർമ്മസംബന്ധമായിട്ട് വരും. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ കർമ്മസംബന്ധമായിട്ട് ലഭിക്കുന്ന സമയം. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിലെത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും 2026. അതുപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ മിഥുനരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ഒരു വർഷക്കാലം ആ വ്യാഴം മാറുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റമായിരിക്കുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറും. നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. ആഗ്രഹമുണ്ടെങ്കിൽ 2026 നിങ്ങളുടെ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളൊക്കെ മനസ്സിലാക്കി ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോകാം. അതും വളരെ ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വർഷക്കാലമായിരിക്കും 2026 എന്ന് പറയുന്നത്. കാരണം വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന കാലമാണ്, നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് എല്ലാ നന്മകളും നൽകുന്ന ഗ്രഹം. ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആ ഒരു മനസ്സും ശരീരവും ഒക്കെ പൂർണ്ണമായിട്ട് എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മുക്തരായി നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും കിട്ടുന്ന ഒരു നല്ല കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് 2026 എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. അതായത് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ ഒക്കെ പൂർണ്ണമായിട്ട് മാറ്റി നൽകുന്നൊരു ഗ്രഹമാണ് വ്യാഴം. ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹവുമാണ്. ഇപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പരാധീനതകളും വിട്ടുമാറുന്ന കാലഘട്ടം. എത്ര വലിയ കടബാധ്യതകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊരു മോചനം, ഒരു മാറ്റം ലഭിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റങ്ങളായിരിക്കും 2026 അനുഭവത്തിൽ വരിക. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, അതിൽ നിന്ന് ഒരു മാറ്റം. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായ മോചനം. ആശുപത്രിവാസങ്ങൾക്കോ രോഗദുരിതങ്ങൾക്കോ ഒക്കെ ആയിട്ട് പണം ചിലവഴിക്കുന്ന അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വിട്ടുമാറി അനാവശ്യമായിട്ടുള്ള പാഴ്ചെലവുകളൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, കുടുംബത്തിലൊക്കെ നേരിടുന്ന അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നേരിടുന്ന പഴി, അതുപോലെ കുറ്റപ്പെടുത്തലുകൾ, എതിർപ്പുകൾ, ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. അത് ജോലി ചെയ്യുന്ന കർമ്മ മേഖലയിലാണെങ്കിലും ആ കുടുംബജീവിതത്തിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ഒക്കെ ആകാം. അതൊക്കെ വിട്ടുമാറി മനസ്സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന കാലഘട്ടം. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള മാറ്റം അനുഭവത്തിൽ വരും. പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക, പലതിൽ നിന്ന് നിങ്ങൾ മോചിതരാകുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കാലമായിരിക്കും 2026. പലർക്കും ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്ന കാലഘട്ടം, ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല നന്മകളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. പ്രധാനമായിട്ടും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ടും ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒക്കെ വളരെ നല്ല മാറ്റങ്ങളായിരിക്കും ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുക. ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈശ്വരൻ കൊണ്ടുവന്ന് നൽകുന്ന സമയം. അതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഉത്തമമായ സമയമാണ്. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും.
കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാവിധത്തിലുള്ള നന്മകളും ഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് 2026 നടക്കുന്ന ദശാകാലം ജാതകവശൽ ഏതാണെന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത്യുത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ. വ്യാഴമാറ്റം സംഭവിക്കുമ്പോഴെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി 2026 വ്യാഴമാറ്റം ഏറ്റവും ഉന്നതമായ ആ ഒരു ഫലങ്ങൾ നൽകുന്ന രാശിക്കാർ ആരാണെന്ന് നോക്കിയാൽ അത് കന്നി രാശിക്കാരാണ്. കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം സർവശ്രേഷ്ഠമായ ഫലങ്ങളാണ് നൽകുന്നത്. പൊതുവെ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം കന്നിരാശിക്കാരെ സംബന്ധിച്ചൊരു പാപഗ്രഹമാണ്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനാണെങ്കിലും കന്നിരാശിക്കാർക്ക് അത്രമേൽ പാപനാണ്. പക്ഷേ പാപനായ വ്യാഴം എപ്പോഴാണോ രാശിക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത്, 11ാം ഭാവമെന്ന് പറയുന്നത് ഉപജയസ്ഥാനത്തിലെ സർവശ്രേഷ്ഠമായ ഭാവവും ജാതകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവവുമാണ് 11 എന്ന് പറയുന്നത്. പാപനായ വ്യാഴം 11ൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കന്നിരാശിക്കാർക്ക് ഉത്തമമായിട്ടുള്ള സമയം. എങ്ങനെയുള്ള ഫലങ്ങളാണ് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമെന്നാണ് അതിനർത്ഥം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങൾക്ക് അത് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. 10% പരിശ്രമിച്ചാൽ 100% നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാം. ഒരു നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിച്ചാൽ അത് ലഭിക്കും. അതുപോലെ വിവാഹം, നല്ല ഒരു അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം നടക്കുന്ന ഒരു വിവാഹം ലഭിക്കുന്ന സമയം, ആരോഗ്യപരമായ മുന്നേറ്റം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ജീവിത വിജയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അടുത്ത ഒരു വർഷക്കാലം കന്നിരാശിക്കാരെ സംബന്ധിച്ച് ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് നല്ലൊരു സമ്പാദ്യമുണ്ടാകും. പുതിയതായിട്ട് പല രീതിയിലുള്ള മുന്നേറ്റങ്ങളും മാറ്റങ്ങളുമാണ് കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. പലരും ഈ കാലഘട്ടത്തിൽ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന സമയമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കർമ്മത്തിലൊക്കെ നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. വിദേശ ജോലി, വിദേശവാസം, യാത്രകൾ ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടം. സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, വണ്ടിവാഹന യോഗങ്ങൾ വന്നു ചേരുന്ന സമയം. അതുപോലെ തന്നെ ഗൃഹം സ്വപ്നം കാണുന്ന വ്യക്തികൾക്ക്, സ്വന്തമായി വീട് എന്നുള്ളൊരു സ്വപ്നം കാണുന്ന വ്യക്തികൾക്ക് അതൊക്കെ പ്രാവർത്തികമാകുന്ന ഏറ്റവും നല്ല കാലഘട്ടം, നല്ല സമയമാണ്. മാനസികവും ശാരീരികവുമായിട്ടൊരു സുഖം, സമാധാനം, സന്തോഷം ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ കുറേ കാലങ്ങളായി ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സ്വസ്ഥത ഇതൊക്കെ അനുഭവത്തിൽ വരും. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ലഭിക്കും. കുറേ നാളുകളായിട്ട് വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് ജീവിച്ചു പോകുവാനുള്ള ഒരു വഴി, ഒരു മാർഗം തെളിഞ്ഞു കിട്ടുന്ന സമയം. അതുപോലെ വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള വിവാഹം, മംഗല്യ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാർക്കും 2026 അത്യുത്തമമായ വർഷമാണ്. നിങ്ങളുടെ ആ പഴയ കാല ജീവിതത്തിൻ്റെ എല്ലാ വിഷമതകളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിച്ച് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകുന്ന ഒരു വർഷക്കാലവുമാണ്. അങ്ങനെ എല്ലാ തരത്തിലും കന്നിരാശിക്കാരെ സംബന്ധിച്ച് സമയം വളരെ വളരെ ഉത്തമമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങളിതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയും വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത്രമേൽ സമയം വളരെ ഉത്തമമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു സ്വാധീനം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. കന്നിരാശിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പുതിയ കോഴ്സുകൾക്ക് ചേരാൻ,
വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള ഒരു സമയം, അങ്ങനെ നല്ലൊരു ജോലിയൊക്കെ ലഭിക്കുന്ന കാലഘട്ടവും, അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ സമയം വളരെ വളരെ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. കന്നിരാശിക്കാരായ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും 2026. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാം. 2026 നടക്കുന്ന ദശാകാലങ്ങളെപ്പറ്റിയൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനും സാധിക്കും. 2026 വ്യാഴമാറ്റം കന്നിരാശിക്കാർക്ക് ഏറ്റവും സൗഭാഗ്യങ്ങൾ, സർവ്വശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയമാണ് 2026 ആരംഭിക്കുവാൻ പോകുന്നത്. വ്യാഴം നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു സമയം, ഒരു കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. അത്യുത്തമമായിട്ടുള്ളൊരു കാലമെന്ന് പറയാം. കുറച്ചധികം നാളുകളായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിലുള്ളവർ. നിങ്ങളെ സംബന്ധിച്ച് ആ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ജീവിത വിജയം കൈവരിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകുന്ന ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രശ്നങ്ങളും, കഷ്ടതകളും വിട്ടുമാറും. വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ പൂർണ്ണമായിട്ട് മാറ്റമുണ്ടാകും. വ്യാഴമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ധനകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു 2026 വർഷക്കാലം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ധനപരമായ മുന്നേറ്റം, ഉയർച്ച, സാമ്പത്തിക ഉയർച്ച ലഭിക്കും. എത്ര വലിയ ഒരു പണം സംബന്ധിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും കടബാധ്യതകളോ മറ്റെന്തുമാകാം, അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ഒരു ധനപരമായ ഉയർച്ച, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് 2026. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് നല്ല രീതിയിൽ ജീവിതത്തിൽ ഒരു അടിസ്ഥാനപരമായൊരു മുന്നേറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലമാകും 2026 എന്ന് പറയുന്നത്. പൂർവികപരമായിട്ട് എന്തെങ്കിലും ഭൂമിയോ സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ളവരാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർക്ക്, അതായത് സ്വന്തമായിട്ടൊരു ഭൂമിയുണ്ട്, ആ ഭൂമി വിൽക്കാനായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പരിശ്രമിക്കുന്നു. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും കടബാധ്യതകളോ മറ്റോ പരിഹരിച്ചോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനോ ആഗ്രഹിച്ചിറങ്ങി തിരിച്ച് അത് നടക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2026 വ്യാഴമാറ്റത്തോടു കൂടി ആ ഭൂമി വിൽപ്പന നടക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, കടബാധ്യതകളൊക്കെ പരിഹരിച്ച് ജീവിതത്തിൻ്റെ അടിത്തറ ലഭിക്കുന്ന ഒരനുഭവം വന്നു ചേരും. അതുപോലെ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഭൂമി വാങ്ങുവാനായിട്ടുള്ള യോഗവും ഉള്ളൊരു വർഷക്കാലമാണ്. വ്യാഴം നിങ്ങൾക്കത് നൽകും. പലർക്കും സ്വന്തമായ ഭൂമി, ഗൃഹം, ഇതിനൊക്കെയുള്ള യോഗം വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴമാറ്റം നൽകുന്നതാണ്. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചകൾ ലഭിക്കുന്ന ഒരു സമയമാണ് 2026 എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ പല നന്മകളും സംഭവിക്കുന്ന കാലഘട്ടം. അവർക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, നല്ലൊരു ജോലി ലഭിക്കുക, അവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹം നടക്കുക, ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ അവരവരുടെ സന്താനങ്ങളുടെ കാര്യങ്ങളിൽ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ അവരവരുടെ കുട്ടികളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിന് സമാധാനം, സന്തോഷം, സുഖം നൽകുന്ന അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലവുമാണ്. ഒരുപാട് നേട്ടങ്ങൾ, നന്മകളൊക്കെ തീർച്ചയായിട്ടും വന്നു ചേരും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക, കുടുംബത്തിൽ നല്ല മംഗളകരമായിട്ടുള്ള പല പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയം. ഒരുപാട് കാലങ്ങളായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഒത്തുചേരുന്നതിനുള്ള ഒരു യോഗം, ഒരു ഭാഗ്യം ലഭിക്കും. അഭിപ്രായ വ്യത്യാസത്തോടു കൂടി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന പല സ്വന്തം ബന്ധങ്ങളും ഒരുമിച്ച് ചേരുന്ന, ആ ബന്ധങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടവുമായിരിക്കും. വിവാഹം കഴിഞ്ഞ് കുറച്ചധികം നാളുകളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വൃശ്ചികം രാശിയിൽപ്പെട്ട ദമ്പതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ ആ സന്താന ഭാഗ്യം നൽകുന്ന ഒരു സമയവുമാണ് 2026 എന്ന് പറയുന്നത്. പൊതുവെ
വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ട് നല്ല ഒരു ഉയർച്ച, ധനപരമായ മുന്നേറ്റം ലഭിക്കും. കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സുഖം ലഭിക്കുന്ന സമയം. ഭൂമി, ഗൃഹത്തിനൊക്കെയുള്ള യോഗം. കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങളാൽ ചെയ്യാൻ സാധിക്കുകയും അവരുടെ ജീവിത ഉയർച്ച കണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം, സമാധാനമൊക്കെ ലഭിക്കും. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഈശ്വര അനുഗ്രഹം നിങ്ങൾക്ക് വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ്. ഇപ്പോൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ വിട്ടുമാറി ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് 2026 ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം. വൃശ്ചികം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് ആ കുടുംബത്തിൽ, കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഒക്കെ അനുഭവിച്ചു വരുന്ന പല പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പല നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ ആ ഒരു കുടുംബജീവിതത്തിൽ ലഭിക്കുന്ന സമയവുമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം ഏറ്റവും അത്യുത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവിൻ്റെ കാലഘട്ടം. ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം ഉത്തമമാണ്. വ്യാഴം 7ാം ഭാവമായിട്ടുള്ള കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഈ വ്യാഴമാറ്റം നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് നൽകുക. എങ്ങനെയുള്ളൊരു മാറ്റങ്ങളാണ് മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നതെന്ന് നോക്കിയാൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറുന്ന ഒരു വർഷക്കാലമായിരിക്കും. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് അവരവരുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും പലതരത്തിലുള്ള മാനസികപരമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും. നിങ്ങളുടെ മനസ്സിന് ഏറ്റിരുന്ന പല മുറിവുകളും ഉണങ്ങുന്ന ഒരു കാലഘട്ടം. ആ ഭയം വിട്ടുമാറുക, നല്ലൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം വന്നു ചേരുക. ജീവിത വിജയത്തിന് പറ്റുന്ന തരത്തിൽ നല്ല മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയാം. 2026 ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുന്ന വ്യക്തികളാണ്, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ സഹോദരങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുക. അതുപോലെ സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടം തന്നെയാണ് 2026. അതുപോലെ വ്യാഴം 7ാം ഭാവമായി കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ 7ാം ഭാവം കളത്രഭാവം സ്ഥാനമായതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ നല്ലൊരു മാറ്റം ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും ദമ്പതികൾക്ക്, ഭാര്യാഭർത്താക്കന്മാർക്ക് തന്നെ പറഞ്ഞ് പരിഹരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ദാമ്പത്യ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ച് കാലങ്ങളായി അകന്നു കഴിഞ്ഞിരിക്കുന്ന ദമ്പതികളാണെങ്കിൽ, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് 2 ഇടങ്ങളിലോ 2 രാജ്യത്തോ ഒക്കെ കഴിയുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു ജീവിത പങ്കാളിയെ, ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുക. അങ്ങനെ നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുന്ന കാലഘട്ടവുമാണ്. മകരം രാശിക്കാരായ ഏതൊക്കെ സ്ത്രീ പുരുഷന്മാരാണോ ഒരു പുനർവിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു വർഷക്കാലമാണ് 2026. നിങ്ങൾക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു പുനർവിവാഹം, അങ്ങനൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്.
അപ്രതീക്ഷിതമായി യാത്രകൾ അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നേട്ടം ലഭിക്കും. വിദേശ ജോലി, വിദേശവാസമൊക്കെ മകരം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം തീർച്ചയായിട്ടും നൽകും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല സ്ഥലങ്ങൾ, അത് പുണ്യസ്ഥലങ്ങളാകാം, തീർത്ഥാടന കേന്ദ്രങ്ങളാകാം, അല്ലെങ്കിൽ ഉല്ലാസയാത്രയാകാം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ് 2026. അപ്പോൾ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങളും നല്ല നേട്ടങ്ങളുമൊക്കെ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അടിത്തറ നൽകുന്ന തരത്തിൽ ഒരു നല്ലൊരു മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമായിട്ട് 2026 മാറും. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ആ ഒരു സമയത്തുണ്ടാകും. വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന മാനസിക വ്യതകൾ, മനോദുഃഖങ്ങളിൽ നിന്ന് ഒരു മാറ്റം ലഭിച്ച് നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക, ഒരാശ്വാസം ലഭിക്കുക, സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം നൽകുന്നത്. മകരം രാശിക്കാർ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ 2026 ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളും മറ്റുമൊക്കെ ഒന്ന് മനസ്സിലാക്കി, ആഗ്രഹമുണ്ടെങ്കിൽ ജാതകമൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും 2026 വ്യാഴമാറ്റം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു വർഷമാകും 2026. വ്യാഴമെന്ന് പറയുന്നത് മീനം രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനും മീനലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ്. വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണ ശുഭഗ്രഹമാണ്. അങ്ങനെയുള്ള ഗ്രഹം കർക്കിടകം രാശിയിൽ ഉച്ചസ്ഥനാകുന്ന ഒരു വർഷക്കാലമാണ് 2026. മീനം രാശിക്കാരെ പറ്റി എടുത്തു പറയണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാശിക്കാരാണ്. ഏഴര ശനിയുടെ കാഠിന്യം, പ്രത്യേകിച്ച് ജന്മശനി കാലഘട്ടത്തിൻ്റെ കാഠിന്യം അത്രമേൽ അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു നിരാശയുടെ പടുകുഴിയിലെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന മീനം രാശിക്കാരുണ്ട്. ഇനി മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഒരു വഴിയുമില്ല. ജീവിതത്തിൻ്റെ 4 ഭാഗത്തു നിന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്നു, എങ്ങോട്ടും ഒരു വഴി തുറന്നു കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളുമുണ്ട്. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കതൊന്നും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് 2026 വ്യാഴമാറ്റമാണ് ഈ ഒരു ഏഴര ശനി കാലഘട്ടത്തിലെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. വ്യാഴം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ, മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് നൽകുന്നത്. 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്താണ് വ്യാഴം വരുന്നത്, അതും ചന്ദ്രൻ്റെ രാശിയിൽ. അതായത് മീനം രാശിക്കാരായ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ്റെ രാശിയിൽ നിങ്ങളുടെ രാശ്യാധിപനായ വ്യാഴം ഉച്ചസ്ഥനാകുന്നു. ഇപ്പോൾ 2026 ആ ഒരു വർഷക്കാലമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടി നിൽക്കുന്ന ആ കാർമേഘം പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതം തെളിയുന്ന, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവുമൊക്കെ തെളിയുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവിധത്തിലുള്ള നല്ല മാറ്റങ്ങളും ഗുണഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. പൊതുവെ മീനം രാശിക്കാരെ സംബന്ധിച്ച് 2026 ലഭിക്കുന്ന ഫലങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മം എന്താണോ, നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. കർമ്മസംബന്ധമായ എല്ലാ തടസ്സങ്ങളും വിട്ടുമാറും. ജോലിയില്ലാത്തൊരു വ്യക്തിക്ക് കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള ജോലി ലഭിക്കുക, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് കാലങ്ങളായി ലഭിക്കാതിരുന്ന നല്ലൊരു പദവി മാറ്റം, പദവി ഉയർച്ച, ശമ്പള വർധനവ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുക. നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ അതിലേറ്റവും ഉയർച്ചയിലെത്തുന്ന ഒരു വർഷക്കാലമാകും 2026. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന മീനം രാശിക്കാർക്കും ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വന്നു ചേരും. ഒരുപാട് നാളുകളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ കർമ്മം സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും, പ്രയാസങ്ങളും വിട്ടുമാറി മുന്നോട്ട് പോവുക. കർമ്മം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ധനവരവ്,
പണം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ അതുമൂലം സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിട്ടുമാറുന്ന ഒരു നല്ല കാലഘട്ടം. മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കും. പൂർവ്വപുണ്യസ്ഥാനത്ത് നിങ്ങൾക്ക് രാശിയുടെ അധിപനായ വ്യാഴം ഉച്ചസ്ഥനായിട്ട് സഞ്ചരിക്കുന്ന സമയം ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ വിട്ടുമാറുക, ഭൂമി യോഗം ലഭിക്കുക, സ്വന്തമായി ഒരു വീടെന്ന ആഗ്രഹമുള്ളവർക്ക് അതിനുള്ളൊരു ഭാഗ്യം തെളിഞ്ഞു കിട്ടുന്ന സമയം, അങ്ങനെ പല രീതിയിലുള്ള അതുപോലെ പൂർവിക വഴിയിൽ ഭൂമിയോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുക. അങ്ങനെ ഒരുപാട് നന്മകൾ നേട്ടങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാനസികമായിട്ടൊരു സന്തോഷം സമാധാനം നൽകുന്ന ഒരു വർഷക്കാലമായിരിക്കും 2026. മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രധാനമായിട്ടും മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, ആശങ്കകൾ, വേവലാതികളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാകും. അതുപോലെ സന്താനങ്ങളാൽ മീനം രാശിക്കാരായ മാതാപിതാക്കൾക്കും മാനസികമായി സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. അവർക്ക് ഉയർ വിദ്യാഭ്യാസം, നല്ല ജോലി, വിവാഹം അങ്ങനെയൊക്കെ ലഭിക്കുന്ന സമയം. അതുപോലെ സന്താനങ്ങൾ മുഖാന്തരം മാതാപിതാക്കൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 നിങ്ങളുടെ ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങളെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷക്കാലം, പ്രത്യേകിച്ച് 7.5 ശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ ഇതുപോലെയുള്ളൊരു വ്യാഴമാറ്റം ഏറ്റവും അത്യുത്തമമാണെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും വ്യാഴമാറ്റം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.